ഹായ്, എല്ലാവർക്കും നമസ്കാരം. ബിഗ് ബോസ് സീസൺ 6 ഏറ്റവും നല്ല എപ്പിസോഡായിരുന്നു ഇന്നലത്തെ എന്ന് പറയേണ്ടി വരും. കാരണം ഇന്നലെ ലാലേട്ടൻ വന്ന എപ്പിസോഡിൽ പ്രേക്ഷകരുടെ മനസ്സറിഞ്ഞിട്ടാണ് ഇന്നലെ ലാലേട്ടൻ പ്രതികരിച്ചതെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ഇതുവരെ നമ്മൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ നടക്കാറില്ല. അതിൻ്റെ കാരണം നമുക്കും അറിയാം. ലാലേട്ടൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് പോലെ തന്നെ ഒരു പ്രഷർ കുക്കറിൻ്റെ അവസ്ഥയുള്ള ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് കൂടുതൽ പ്രഷർ കൊടുക്കാതിരിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം കൊണ്ടാണ് ലാലേട്ടൻ വരുമ്പോൾ കൂടുതൽ ഇവരെ ഫയർ ചെയ്യാത്തത്. ഒരു പരിധിയിൽ കൂടുതൽ ഇവരോട് ദേഷ്യപ്പെടുകയോ സംസാരിക്കുകയോ ചെയ്യാത്തതിൻ്റെ കാരണം അതാണ്. വേറെ ഒരു തരത്തിലുള്ള എൻ്റർടൈൻമെൻറ്റും ഇല്ലാതെ ഈ പ്രഷർ മാത്രം സഹിച്ച് അതിൻ്റെ ഉള്ളിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ പ്രഷർ കൊടുത്താൽ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാവും എന്നുള്ളത് കൊണ്ടായിരിക്കണം ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ പലരോടും കുറച്ച് മയത്തിലൊക്കെ പെരുമാറുന്നത്. പക്ഷേ ഇന്നലെ ശരിക്ക് ലാലേട്ടൻ്റെയും കൂടി കൺട്രോൾ പോയ ഒരവസ്ഥയിലായിരുന്നു. അതിന് പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ സിജോനെ പറ്റി ആരും അന്വേഷിച്ചില്ല എന്നുള്ളതാണ്. അത് പ്രേക്ഷകർ ഭൂരിഭാഗം പേരും കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഈ ഇൻസിഡന്റ് നടന്ന അന്ന് മുതൽ പ്രേക്ഷകർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. റോക്കി സിജോയെ ഇടിച്ചതിന് ശേഷം സിജോയുടെ അവസ്ഥ വളരെ മോശമായിരുന്നു. നമ്മളൊക്കെ കണ്ടതാണ്. കവളിൻ്റെ ഒരു സൈഡ് വീർത്തിരിക്കുന്നതും സിജോ ഈ ഐസ് പാക്കും കൊണ്ട് നടക്കുന്നതൊക്കെ നമ്മൾ കണ്ടാണ്. ട്രീറ്റ്മെൻറ്റ് റൂമിൽ നടന്നതും പിന്നീട് ഒരു സർജറി വേണമെന്ന് പറഞ്ഞാൽ സിജോനെ കൊണ്ടുപോകുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. നമുക്കറിയാം, മുൻ സീസണുകളിലൊക്കെ കണ്ടസ്റ്റൻസിന് എന്തെങ്കിലും മെഡിക്കൽ പരിശോധന ആവശ്യമായിട്ട് വരികയും എന്തെങ്കിലും മെഡിക്കൽ ഹെൽപ്പ് വേണ്ടി വരികയും ചെയ്യുന്ന സമയത്ത് അവരെ കൊണ്ടുപോകുമ്പോൾ 1 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ തന്നെ കൂടെയുള്ള സഹ മത്സരാർത്ഥികൾ ബിഗ് ബോസിനോട് വിളിച്ച് ചോദിക്കും, ബിഗ് ബോസ് എങ്ങനെയുണ്ട്, കൊണ്ടുപോയ ആൾക്കാർ എന്താ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് എന്താ തിരിച്ചു വരാത്ത, എന്താ കുറഞ്ഞില്ലേ, എന്ത് പറ്റി, പുറത്ത് എവിടെയെങ്കിലും ട്രീറ്റ്മെൻറ്റ് കൊണ്ടുപോയോ എന്നൊക്കെ അന്വേഷിക്കുന്ന ആളുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ സീസണിൽ ഒരാൾ പോലും സിജോയ്ക്ക് എന്ത് പറ്റിയെന്ന് അന്വേഷിക്കുന്നത് നമ്മൾ കണ്ടില്ല. പരസ്പരം സംസാരിക്കുന്നത് പോലെ നമ്മൾ കണ്ടില്ല. ബിഗ് ബോസിനോട് ചോദിക്കുന്നത് പോട്ടെ, പരസ്പരം തമ്മിൽ സിജോ പോയിട്ട് ഇത്ര ദിവസമായല്ലോ, എന്ത് പറ്റി സിജോയ്ക്ക് അന്വേഷിക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് നമ്മൾ അവിടെ കണ്ടില്ല. സാധാരണഗതിയിൽ ഒരു ദിവസം കഴിയുമ്പോൾ അയ്യോ പോയിട്ട് ഒരു ദിവസം ആയല്ലോ, എന്തുകൊണ്ട് സിജോ തിരിച്ചു വന്നില്ല, സിജോയ്ക്ക് എന്തെങ്കിലും പറ്റുമോ എന്നൊരു ടെൻഷൻ. അത്രയും ദിവസം കൂടെ ഉണ്ടായിരുന്നൊരു വ്യക്തിയല്ലേ, അതെങ്കിലും ഒന്ന് പരിഗണിക്കണ്ടേ, വേറെ ഒന്നുമില്ലെങ്കിലും. പക്ഷെ ഇവരൊക്കെ ഒരാളും കൂടി പോയെങ്കിൽ അത്രയും ആശ്വാസം, പോയി കിട്ടട്ടെ എന്നുള്ളൊരു ചിന്താഗതിയിലാണ് അവരെല്ലാവരും അവിടെ കഴിഞ്ഞത്. അപ്പോൾ വളരെയധികം മനുഷ്യത്വരഹിതമായിട്ടുള്ളൊരു പ്രവൃത്തിയെ തോന്നി. അത് തന്നെയാണ് ലാലേട്ടനും പറഞ്ഞത്. ഒരു കൂടെയുള്ള ഒരാൾക്ക് എന്ത് പറ്റിയെന്ന് അറിയാനുള്ളൊരു ഇതില്ലാത്ത ആൾക്കാർ എന്ത് മനുഷ്യന്മാരാണ്, നല്ല മനുഷ്യന്മാരുടെ ഗണത്തിൽ ഇപ്പോൾ എടുത്താൻ പറ്റുമോ? അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ലാലേട്ടനത് ചൂടുക. പലരും തങ്ങളുടെ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടി പല രീതിയിൽ ശ്രമിച്ചു. പക്ഷേ അതിനെയൊക്കെ വളരെ ശക്തമായ രീതിയിൽ തന്നെ ലാലേട്ടൻ അടിച്ചമർത്തി. ഒരു ന്യായീകരണത്തിനും അവിടെ സ്ഥാനമില്ല എന്നുള്ളത് വളരെ വ്യക്തമായി പറഞ്ഞു. അപ്പോൾ തമ്മിൽ കുറ്റപ്പെടുത്തലായി, നീയാണ്, ഞാനാണ്, ഞാൻ അങ്ങനെ പറഞ്ഞു, ഞാൻ ഇങ്ങനെ പറഞ്ഞു. എപ്പോഴും ഇവർ ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറഞ്ഞാൽ തങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഇവർ ഓരോരുത്തരും ചെയ്യുന്നത്. തങ്ങളുടെ തെറ്റ് മനസ്സിലാക്കി അത് അക്സെപ്റ്റ് ചെയ്യല്ല, ഞാൻ തെറ്റ് ചെയ്തു, അങ്ങനെ പറ്റിപ്പോയി ആക്സെപ്റ്റ് ചെയ്യുന്നതിന് പകരം തങ്ങളുടെ തെറ്റുകൾ മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന കണ്ടസ്റ്റൻസിനെ നമുക്ക് പലപ്പോഴും കാണാൻ കഴിയും. അപ്പോൾ ഇതൊക്കെ പ്രേക്ഷകർ പറയണം എന്ന് ആഗ്രഹിച്ച കാര്യമാണ് ലാലേട്ടൻ ഇന്നലെ അവരോട് പറഞ്ഞത്. അതുപോലെ തന്നെ ജാസ്മിൻ തുമ്മിയ ചായ കൊണ്ടു കൊടുത്തത് നമ്മൾ ആ സീന് കണ്ടതാണ് ഇതിനു മുമ്പ്. ജാസ്മിൻ തുമ്പിയിട്ട് ചായ കൊണ്ട് കൊടുക്കുന്നത്. പക്ഷേ അതിനെക്കുറിച്ച് പലരും ചർച്ച ചെയ്തുമാണ്. പക്ഷേ ഇത്രയും ക്ലിയർ ആയിട്ട് ഇന്നലെ കാണിച്ചത്, കാരണം ആ തുമ്മുന്നത് ഈ ചായയിലേക്ക് തെറിക്കുന്നതും വളരെ വ്യക്തമായിട്ട് കാണാൻ കഴിയും. കണ്ടിരിക്കുന്നവർക്ക് പോലും അറച്ചുപോയി. എന്നിട്ട് ആരും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് ആ ചായ കൊണ്ട് കൊടുക്കണം. ഒന്ന് ആലോചിച്ച് നോക്കൂ, 1 കപ്പ് ചായയാണ്, അത് കളഞ്ഞത് കൊണ്ട് ഒരു നഷ്ടവും സംഭവിക്കാൻ ഇല്ല. ആരുടെയെങ്കിലുമൊക്കെ ചായയുടെ കുറച്ച് ഷെയർ എടുത്തിട്ട് ഒരാൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം, അല്ലെ? കുറേശ്ശെ കൊടുത്താലും ഒരാൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം ആ ചായ കളഞ്ഞിട്ട്. അതായിരുന്നു ശരിക്ക് മാന്യത, അല്ലെ? ഞാൻ ആ തുമ്മലതിൽ തെറിച്ചിട്ടുണ്ടാവും, അതുകൊണ്ട് കളഞ്ഞിട്ട് വേറൊരു ചായ കൊടുക്കാം എന്ന് ചിന്തിക്കുക. അല്ലെങ്കിൽ ആ വ്യക്തിയോട് പറയാം, ഇങ്ങനെ ഒരു പറ്റി എൻ്റെ നിന്ന് ചായ പോയി എന്ന് പറയാമായിരുന്നു. അതിന് പകരം അതേ ഇത് കൊണ്ട് കൊടുത്തു. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞത് വളരെ ശരിയാണ്. ഹൈജീൻ ഇല്ലാത്ത പ്രവൃത്തിയാണ് അതിനുള്ളിൽ നടക്കുന്നത്. നമുക്കറിയാം, മുൻ സീസണിലെ ഗോപിക മൂക്കിലെന്തോ അസുഖം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവരെ ആ ഗോപിക അടുക്കളയെ കയറ്റാതിരിക്കുകയും പിന്നീട് അത് പറഞ്ഞ ദേവു ചപ്പാത്തി വരുത്തുമ്പോൾ മൂക്ക് ചൊറിഞ്ഞിട്ട് ചപ്പാത്തി വരുത്തുന്നത് നമ്മൾ കണ്ടതാണ്. അത് അന്ന് ഭയങ്കര വിവാദമായിരുന്നു. ഗോപികയ്ക്ക് ഒരു ന്യായം, ദേവുവിന് ഒരു ന്യായം എന്ന് പറഞ്ഞിട്ട്. അതിനേക്കാട്ടിലും മോശം പ്രവൃത്തിയല്ലേ ചെയ്തത്? തുമ്മലൊക്കെ തെറിച്ച് കഴിഞ്ഞിട്ട് അതുകൊണ്ട് കൊടുക്കാന്നുള്ള എത്ര ചീപ്പായിട്ടുള്ളൊരു മെൻറ്റാലിറ്റിയാണെന്ന് ആലോചിച്ച് നോക്കുക. അതിൽ നിന്ന് മനസ്സിലാക്കുക ഒരാളുടെ സ്വഭാവം. ഒരു വ്യക്തി എങ്ങനെയാണെന്നുള്ള ആ പ്രവൃത്തിയിൽ നിന്ന് മനസ്സിലാക്കുക. കണ്ടു നിന്നവർ ഒട്ടും മോശക്കാരല്ല. അവർക്കും ശക്തമായി പറയാമായിരുന്നു അത് കൊടുക്കാൻ പാടില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് അവർക്കും പറയാം. അവരും പറഞ്ഞില്ല.
അല്ലേ? അതൊന്ന് ആലോചിച്ച് നോക്കുക. അതുപോലെ ലാലേട്ടാ ഞാൻ 2 ദിവസം കൂടുമ്പോഴേ കുളിക്കാറുള്ളൂ. അതൊക്കെ ഓരോരുത്തരും വ്യക്തിപരമായ കാര്യമാണ്. 2 ദിവസം 3 ദിവസം കൂടുമ്പോൾ കുളിക്കുക, അതൊക്കെ ഓപ്പണായിട്ട് പറയുന്നതിന് പ്രശ്നമില്ല. മറ്റുള്ളവർ പറയുമ്പോഴാണ് പ്രശ്നം. ജാസ്മിൻ്റെയും ഗബ്രിയുടെയും പ്രധാന പ്രശ്നം അതാണ്. അതുപോലെ തന്നെ ബാത്റൂം ഏരിയയിൽ ചെന്നവർ വർത്താനം പറയാറുണ്ട് എന്ന് പറഞ്ഞതിനെ അതിനെ വേറൊരു തലത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ജാസ്മിൻ ശ്രമിച്ചു. അത് ലാലേട്ടന് വ്യക്തമായി മനസ്സിലായി. അതുകൊണ്ട് തന്നെയാണ് അത് നിങ്ങൾ പറഞ്ഞ് വഷളാക്കണ്ട, അത് മോശം കാര്യമാണ്, വഷളാക്കണ്ടെന്ന് പറഞ്ഞ് ജാസ്മിൻ്റെ കർശന താക്കീത് കൊടുത്ത് അവിടെ ഇരുത്തി. ജാസ്മിൻ പറഞ്ഞ് ജിൻഡോ അപവാദം പറഞ്ഞ് ഉണ്ടാക്കുകയാണ്, പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ള രീതിയിൽ ജിൻഡോന്റെ തലയിൽ കൊണ്ടിടാൻ ശ്രമിച്ചാണ്. അതായത് ബാത്റൂമിൽ റൂഫില്ലാന്ന് തെറ്റിദ്ധരിക്കും, അങ്ങനെ ഇല്ലാന്ന് തെറ്റിദ്ധരിക്കും, ഇങ്ങനെ ഇല്ലാന്ന്. ഇതിനു മുമ്പും സീസൺസ് ഉണ്ടായിട്ടുണ്ട്. ആദ്യത്തെ സീസണൊന്നുമല്ല ജാസ്മിൻ ഈ പറയുന്നത് കേട്ടോ. അന്നും കണ്ടസ്റ്റൻസ് അവിടെ ഉണ്ട്. അന്നൊന്നും പറയാത്ത പ്രേക്ഷകർ ഇന്ന് പറയാൻ നിൽക്കുമോ? ഒരിക്കലുമില്ല. ഇവർ കാണിക്കുന്നതിന് പ്രശ്നമില്ല, പക്ഷെ ആരെങ്കിലും പറഞ്ഞാലാണ് പ്രശ്നം. ജിൻഡോനെ പോലുള്ള ആൾക്കാർ പറയുമ്പോൾ, ലാലേട്ടൻ്റെ എപ്പിസോഡിൽ വന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് മാത്രമേ അപ്ലോഡ് ആവുള്ളൂ, അതേ പുറത്തു പോകുള്ളൂ എന്നാണ് ഇവർ ചിന്തിക്കുന്നത്. പക്ഷെ ഇവർ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും പുറത്തു പോകുന്നുണ്ടെന്നുള്ള ഹിൻ്റാണ് ലാലേട്ടൻ ഈ സീനുകൾ കാണിച്ചതിലൂടെ കൊടുക്കുന്നത്. ഇപ്പോൾ പിന്നെ ജാസ്മിന് ഡ്രസ്സിംഗ് റൂമിൽ പോയിരുന്ന് വർത്താനം പറയുന്നതും ഗബ്രി പുറത്തിരുന്ന് വർത്താനം പറയുന്നതൊക്കെ ലാലേട്ടന് കാണിച്ചല്ലോ, അവർക്ക് കാണിച്ചു കൊടുത്തല്ലോ. അപ്പം എന്താ ഇവർക്കൊന്നും പറയാനില്ലേ? ജിൻഡോ പറയുമ്പോഴേ ഇവർക്ക് പ്രശ്നമുള്ളൂ, അല്ലെങ്കിൽ അതിനുള്ള വേറെ ആരെങ്കിലും കണ്ടസ്റ്റൻസ് പറയുമ്പോഴേ പ്രശ്നമുള്ളൂ. ഈ സീനൊക്കെ പുറത്തു പോയതാണ്, ഇവർ ഈ കാണിച്ച പ്രവൃത്തി പുറത്തു പോയതാണ്, ബിഗ് ബോസ് തന്നെ വെളിയിൽ വിട്ടിട്ടുണ്ട്. ആ പ്രവൃത്തിയാണ് മോശം എന്ന് ചിന്തിക്കുന്നതിന് പകരം അത് പറയുന്നവരെ അറ്റാക്ക് ചെയ്യാന്നാണ് ഇവർ രണ്ടാളും വിചാരിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഡ്രസ്സിംഗ് റൂമിൽ ഉള്ളിൽ കയറി ഇരുന്നിട്ട് അത് നമുക്ക് എങ്ങനെ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം, അല്ലേ? ജിൻഡോ പറഞ്ഞ പോലെ, ജിൻഡോ ഇപ്പം തന്നെ എപ്പിസോഡിന്റെ അവസാനം ഇവർ തമ്മിലൊരു കോൺവെർസേഷൻ ഉണ്ട്, ജിൻഡോയും ഗബ്രിയും അർജുനും ഒക്കെ കൂടിയിട്ട്. അപ്പോൾ ജിൻഡോ പിന്നെ ഗബ്രി ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ് ജിൻഡോനെ ഈ ബാത്റൂം കേസ് പറഞ്ഞേ. അപ്പോൾ സ്വാഭാവികമായിട്ടും വളരെ സൈലൻ്റ് ആയിട്ട് വളരെ പതിഞ്ഞ ശബ്ദത്തിൽ ദേഷ്യപ്പെടാതെ കൂളായിട്ട് പറയുന്ന ജിൻഡോ പറയുന്നുണ്ട് ഡ്രസ്സിംഗ് റൂമിൻ്റെ കാര്യം, അല്ലേ? അപ്പോൾ ഒരക്ഷരം പോലും പറയുന്നില്ല ഗബ്രി, മറുപടിയില്ല. കാരണം അത് ലാലേട്ടനെ എടുത്തു കാണിച്ചാണ്. അതൊക്കെ ഹിന്റുകളാണ്. ഇതൊക്കെ പുറത്തു പോകുന്നുണ്ട്, നിങ്ങളുടെ പ്രവൃത്തി നിങ്ങൾ നിയന്ത്രിക്കൂ, നാട്ടുകാരെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് അതിനോട് ഉദ്ദേശിക്കുന്നത്. പക്ഷെ അവർ മനസ്സിലാക്കുന്ന അങ്ങനെയല്ല, അതൊന്നും കാണിക്കുന്നില്ല. ഇവർ ഈ കണ്ടസ്റ്റൻസ് പറയുന്നത് മാത്രമേ കാണിക്കുന്നുള്ളൂ, ഇവർ പറയാതിരുന്നാൽ ഇവർ കാണിക്കുന്നൊന്നും പുറത്തു പോകില്ല എന്നുള്ള തരത്തിലേക്കാണ്. അതുപോലെ തന്നെ ഈ പിന്നെ എവിക്ഷൻ വരുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രേക്ഷക വിധി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഗബ്രിക്ക് എതിരായിരിക്കും. കാരണം ഒരു ഭൂരിഭാഗം പേര് ഗബ്രീനെ അനുകൂലിക്കുന്ന ആളല്ല. വളരെ വൾഗറായിട്ടുള്ള സംസാരവും പ്രവൃത്തിയും ഒക്കെയാണ് ഗബ്രിയുടേത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗബ്രി അവിടുന്ന് പുറത്തു പോയി കഴിഞ്ഞാൽ കളി മാറും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഇവരെ മാത്രമായിട്ട് ലൈവ് കാണിക്കേണ്ടി വരും. വേറെ ഒന്നും അവിടെ സംഭവിക്കില്ല, വേറെ ആരെയും കാണിക്കാനുമില്ല. അതുകൊണ്ട് തന്നെ ലൈവിൽ മുഴുവൻ ഇവരെ കാണിക്കുകയും ഇവരുടെ ഈ ചേഷ്ടകൾ കാണിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന റിവ്യൂ ചെയ്യുന്ന ആൾക്കാരായാലും ശരി, പ്രേക്ഷകരായാലും ശരി, ഈ വൃത്തികേട് കാണാൻ വിധിക്കപ്പെട്ടവരായി മാറും. ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വിധിക്കപ്പെട്ടവരായി മാറും. പിന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇത് അവസാനിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഈ ജോഡിയിൽ ആരെങ്കിലും ഒരാൾ പുറത്തു പോകണം. ജാസ്മിൻ നല്ല പൊട്ടൻഷ്യലുള്ള ആളാണ്, അതിൻ്റെ ഉള്ളിൽ നിന്ന് ഗെയിം കളിക്കാൻ കഴിവുള്ള ആളാണ്. പക്ഷേ ഗബ്രി എന്ന് പറഞ്ഞാൽ വളരെ തറ ഗെയിമാണ് അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗബ്രീനെ ഒഴിവാക്കിയാൽ തന്നെ സീസൺ അടിപൊളിയായിട്ട് മാറാൻ സാധ്യതയുണ്ട്. അപ്സരയൊക്കെ നല്ല കണ്ടസ്റ്റൻ്റാണ്. അപ്പം അതുകൊണ്ട് ഇനി വരുന്ന വൈൽഡ് കാർഡ് നല്ല അടിപൊളി വൈൽഡ് കാർഡായിരിക്കണം. ഈ പുറത്തുള്ള സംഭവങ്ങളൊക്കെ നല്ല വ്യക്തമായി മനസ്സിലാക്കിയിട്ട് ഇതിനെയൊക്കെ പ്രതിരോധിക്കാൻ തക്ക ശക്തിയുള്ള പിന്നെ വൈൽഡ് കാർഡായിരിക്കണം അതിൻ്റെ ഉള്ളിൽ കയറണം. അപ്പോൾ പിന്നെ കളി വേറൊരു ഗതിയിലേക്ക് മാറും, ഒരു സംശയമില്ല. അതുപോലെ തന്നെ സിജോ തിരിച്ചു വന്നാൽ കളി മാറാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം സിജോയ്ക്ക് ഇപ്പോൾ എല്ലാവരെയും മനസ്സിലായിട്ടുണ്ട്, ആരൊക്കെ തന്നെ അനുകൂലിക്കുന്നു തന്നെ പ്രതികൂലിക്കുന്നു നല്ല മനസ്സിലായിട്ടുണ്ട്. ഇപ്പം നമ്മളൊക്കെ പറഞ്ഞതുപോലെ തന്നെ റോക്കി നല്ലൊരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു, അല്ലാന്ന് നമ്മൾ പറയില്ല. കാരണം അതിനുള്ളിൽ നിൽക്കുകയാണെങ്കിൽ നല്ല ശക്തനായിട്ടൊരു പ്ലെയർ ആയിരുന്നു. പക്ഷേ കഴിഞ്ഞ 6 സീസണുകളിലും കാത്തിരുന്ന് കിട്ടിയ അവസരമാണെന്ന് റോക്കി തന്നെ പറയുന്നുണ്ട്. അതൊക്കെ കണ്ട് 6 സീസണും കണ്ട് ബിഗ് ബോസ് എന്താണെന്ന് മനസ്സിലാക്കി വന്ന ഒരു വ്യക്തി മറ്റൊരു കണ്ടസ്റ്റൻറ്റിനെ ഈ രീതിയിൽ പഞ്ച് ചെയ്യുകയും പുറത്തു പോവുകയും ചെയ്തു. അതോ അയാൾക്കൊരു അമ്മയുണ്ട്, കുടുംബം ഉണ്ടെന്നൊക്കെ ഇടിച്ചു കഴിഞ്ഞിട്ടാണോ ചിന്തിക്കുക? അയാളുടെ മുഖത്തിൻ്റെ ഷേപ്പേ മാറി. നമ്മൾ ഇന്നലെ കണ്ടതാണ്, ആ മുഖത്തിൻ്റെ ഷേപ്പ് തന്നെ മാറിപ്പോയി. അപ്പോൾ അയാളുടെ അമ്മ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്, അവരുടെ ഹൃദയം എത്ര വേദനയ്ക്കുണ്ടാവും. എന്നിട്ട് എനിക്ക് തിരിച്ചു കയറണം എന്ന് പറഞ്ഞാൽ അതിൽ എവിടെയാണ് ന്യായമുള്ളത്? റോക്കി അത് ചിന്തിക്കൂ. ഒരാളുടെ മുഖം ഇടിച്ച് പരത്തിയിട്ട് വീണ്ടും എനിക്ക് തിരിച്ച് ബിഗ് ബോസിലേക്ക് കയറണം എന്ന് പറയുന്നതിൽ എവിടെയാണ് ന്യായം? അയാൾക്കും ഉണ്ടാവുക സ്വപ്നങ്ങൾ. ബിഗ് ബോസിലൂടെ ഒരു സിനിമയിൽ കയറണം എന്ന് ആഗ്രഹിച്ചിട്ടായിരിക്കും ഈ സിജോയും വന്നിട്ടുണ്ടാവുക. ഈ മുഖം വെച്ചിട്ട് വേണ്ട അയാൾക്ക് അഭിനയിക്കാൻ, അല്ലേ? അപ്പോൾ സ്ക്രൂട്ട് ഒരു പ്ലേറ്റ് മുറുക്കി വെച്ചിരിക്കുക എന്നൊക്കെ പറയുന്നത് കേട്ടില്ലേ താടിയലിന് പകരം?
അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെയൊക്കെ ഒരു മനുഷ്യന് വേണ്ടി വന്നിട്ട് അയാളോട് സഹതപിക്കുന്നതിന് പകരം ഇടിച്ച ആളെയാണ് ഇവര് സംസാരിക്കുന്നത്. അതായത് ഋഷി ആയാലും അർജുൻ ആയാലും അൻസിബ ആയാലും നോറ ആയാലും ഒക്കെ റോക്കി നല്ലൊരു ഹ്യൂമൻ ബീയിങ് ആണ്, നല്ലൊരു മനുഷ്യനാണ്, നല്ലൊരു കണ്ടസ്റ്റന്റ് ആണ്, നല്ല വ്യക്തിയാണ്, ശരിയായിരിക്കാം. നമ്മൾ പണ്ടുള്ളവർ പറയില്ലേ ശുദ്ധൻ ദുഷ്ടന്റെ ഫലം ചെയ്യുന്നത്, അതുപോലെ തന്നെ ആയിരിക്കാം, ശുദ്ധനായിരിക്കും. പക്ഷെ ദേഷ്യം വന്നാൽ കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. കൺട്രോൾ ചെയ്യാൻ കഴിയണം, അങ്ങനെ ബിഗ് ബോസിനുള്ളിൽ നിലനിൽപ്പുള്ളൂ എന്നുള്ളത് അറിഞ്ഞുകൊണ്ടല്ലേ ബിഗ് ബോസിനകത്തേക്ക് വന്നത്. അപ്പൊ പലതരത്തിൽ പ്രൊവോക്ക് ചെയ്യും. നമുക്കറിയാം സീസൺ 4 പിന്നെ റോബിനും റിയാസും തമ്മിലുള്ള കയ്യാങ്കളിക്ക് ശേഷം റിയാസ് ഏതെല്ലാം രീതിയിൽ റോബിനെ പ്രൊവോക്ക് ചെയ്തു. കഴിക്കുന്ന ഭക്ഷണത്തിൽ വേസ്റ്റ് കൊണ്ടിടുക വരെ ചെയ്തു. എന്നിട്ട് പോലും റോബിൻ പ്രതികരിച്ചിട്ടില്ല. വേണമെങ്കിൽ റോബിന്റെ സ്ഥാനത്ത് റോക്കി ആയിരുന്നെങ്കിൽ റിയാസിനെ കൊന്നിട്ടേ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി വരുള്ളായിരുന്നു. അത്ര അധികം തരം താണ രീതിയിൽ റിയാസ് പ്രൊവോക്ക് ചെയ്തു ഡോക്ടർ റോബിനെ, എന്നിട്ട് പോലും പ്രതികരിച്ചില്ല. അതാണ് ബിഗ് ബോസ് ഹൗസിലുള്ള ഗെയിം. അത് മനസ്സിലാക്കിയിട്ട് വേണം അതിനുള്ളിൽ പോവാൻ. അതിന് പകരം ഒരാളെ എടുത്തിട്ട് ഇടിച്ച് അയാളുടെ മോന്ത ചളുക്കിയ ശേഷം വീണ്ടും എനിക്ക് അതിനുള്ളിൽ കയറണമെന്ന് പറയുന്നതിന് ഒട്ടും യോജിപ്പില്ല. അങ്ങനെയുള്ള ആളെ പുകഴ്ത്തുന്നതിനോടോ അങ്ങനെയുള്ള ആളെ സപ്പോർട്ട് ചെയ്യുന്നതിനോടോ എനിക്ക് യോജിപ്പില്ല. ഈ ഇടി കിട്ടിയ ആളെയോ അയാളുടെ കുടുംബത്തെയോ കുറിച്ച് അതിനുള്ളിലുള്ള ഒരാളും സംസാരിക്കുന്നില്ല. അതിനെക്കുറിച്ചൊരു സഹതാപ വാക്കുപോലും ആരും പറയുന്നില്ല. ഇതൊക്കെ മനസ്സിലാക്കിയിട്ടായിരിക്കണം സിജോ തിരിച്ചു വരുന്നത്. സ്വാഭാവികമായിട്ടും അതിന്റെ പ്രതികരണം സിജോയുടെ ഭാഗത്തുനിന്നുണ്ടാവും. അത് അറിഞ്ഞിട്ടായിരിക്കും സിജോ കളിക്കുക. ഇന്ന് ഗെയിമിന്റെ രീതി തന്നെ മാറും, കളി നല്ല സൂപ്പറാവും, ഒരു സംശയമില്ല. ഈ ഇന്നലത്തെ എപ്പിസോഡ് പോലെ ഓരോ എപ്പിസോഡും പോവുകയാണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും.